കൂടെ കഴിഞ്ഞ അമ്പലത്തിലേക്ക് ഞങ്ങൾ കൂട്ടുവരണ്ടല്ലോ. ഹലോ സെറീന, എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കേട്ടാൽ സെറീനയ്ക്ക് വിഷമം തോന്നുന്നറിയാം. പക്ഷെ എന്നെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ സെറീന കൂടുതൽ വിഷമിക്കും. നാളെ കല്യാണത്തിന് പപ്പൻ പന്തലിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാണ് നിങ്ങൾ എല്ലാവരും. പക്ഷേ പപ്പൻ വരില്ല. വരാൻ പപ്പന് കഴിയില്ല. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ മിസ്റ്റർ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ഇല്ലാത്ത വെട്ടിത്തങ്ങൾ എഴുന്നള്ളിക്കാണ് നിങ്ങൾ. ആരും പറഞ്ഞു കേട്ടിട്ടല്ല സെറീന, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇത് പപ്പനും ഞാനും തമ്മിലുള്ള കാര്യമാണ്. പോലീസ് ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്. പറഞ്ഞാല് വിശ്വസിപ്പിക്കാൻ പ്രയാസമുള്ള ഒരവസ്ഥയിലാണ് ഞാൻ. പപ്പനെ നിങ്ങൾക്കറിയില്ല. പപ്പന്റെ ക്യാരക്ടർ അതാണ്. സ്റ്റേജിൽ പോലും പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുൻപേ പപ്പൻ എത്താറുണ്ട്. എനിക്കറിയാം സെറീന, പക്ഷേ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ വരാൻ പറ്റൂ. പപ്പൻ ജീവിച്ചിരിപ്പില്ല. ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ പറയുന്ന എന്ത് വിശ്വസിക്കുന്നവരുണ്ടാകും. പക്ഷെ എന്നെ അതിന് കിട്ടില്ല. എനിക്ക് നേരത്തെ സംശയം തോന്നിയിരുന്നു നിങ്ങളുടെ ബുദ്ധിക്ക് എന്താ തകരാറുണ്ടെന്ന്. അത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ദയവായി ശല്യം ചെയ്യാതിരിക്കൂ. ഒന്നും പേടിക്കാനല്ലേ. അയാൾക്ക് എന്തോ സംശയം തോന്നിയിരുന്നു, അത്രേ ഉള്ളൂ. എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. ആ രാത്രിക്ക് ശേഷം ഞാൻ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. ഇതെങ്ങാനും തെളിഞ്ഞാൽ ഒന്നും തെളിയാൻ പോകുന്നില്ലേ. പപ്പൻ ഒളിച്ചു പോകാൻ തെളിവ് കൊടുക്കാൻ അവന്റെ കാമുകയുണ്ട്, അവളുടെ അച്ഛനുണ്ട്. ഒരു പരാതി കൊടുക്കാൻ പോലും ആളില്ല. പിന്നെന്തിനാ നമുക്ക് പേടി? അതൊക്കെ 2 ദിവസത്തെ കൂടിയേ കാണൂ. പപ്പൻ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞു കഴിയുമ്പോ അവന്മാരുടെ വിധം മാറും. നോ പ്രോബ്ലം. റോഡ് മാറ്റി. ചന്തുങ്കൽ, വരണം വരണം. ഇന്ന് വൈകുന്നേരത്ത് കൂടി അറേഞ്ച്മെന്റ്സ് മുഴുവൻ തീരണം. അതിന് ഞാൻ കൂടെ നിൽക്കുക. ഞാനിന്ന് സെറീനെ കണ്ടിരുന്നു. അവള് പറഞ്ഞു. അല്ല മിസ്റ്റർ ദേവദാസ്, ഞാൻ അറിയാഞ്ഞൊരു ചോദിക്കുക. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ഒരു താല്പര്യം? എന്നെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. തെറ്റിദ്ധരിച്ചിട്ടല്ല മിസ്റ്റർ ദേവദാസ്. പപ്പൻ നാളെ വന്നില്ലെങ്കിൽ പോരെ ഈ പരാതിപ്പെടലും അന്വേഷിക്കലും ഒക്കെ? അഥവാ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും തെളിവ് കിട്ടിയതിന് ശേഷം വേണ്ട ഈ കാര്യം ഇവിടെ ഒന്ന് പറയാൻ. അത് മാത്രമല്ല, ഈ കളികളൊക്കെ അവന്റെ ഒരു പതിവാ. വെറുതെ സസ്പെൻസ് ഉണ്ടാക്കലും പ്രത്യക്ഷപ്പെടലും ഒക്കെ. അവൾക്ക് ഇന്ന് വലിയ വിഷമമായിപ്പോയി. നിങ്ങൾ മറ്റെന്തോ മനസ്സിൽ ഒളിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. അറിഞ്ഞോ അറിയാതെയും പപ്പൻ പണ്ട് ചെയ്ത കുസൃത്തരങ്ങൾക്കൊക്കെ ഇന്ന് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അങ്കിൾ, പപ്പനിവിടെ വന്നു പോയോ? ഇല്ല, എനിക്കിപ്പോ ഫോൺ ചെയ്തിരുന്നു, ഇവിടെ ഉണ്ടാവും പറഞ്ഞു. കണ്ടോ അവന്റെ ഒരു സ്വഭാവം? കണ്ടാ കെട്ടിയിട്ട് തല്ലാൻ തോന്നും. അവൻ ഇതിങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഫോൺ ചെയ്ത സ്ഥിതിക്ക് ചിലപ്പോ ഇങ്ങോട്ട് എത്തിയേക്കും. എന്നെ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. പപ്പൻ വന്നാ ഇവിടെ നിൽക്കാൻ പറയണം. കല്യാണത്തിന് ഞങ്ങളുടെ വക ചില അറേഞ്ച്മെന്റ്സുകളൊക്കെ വരട്ടെ. പപ്പൻ നിനക്കെപ്പോഴാ ഫോൺ ചെയ്തത്? എനിക്കും ഫോൺ ചെയ്തിരുന്നു. എന്നിട്ട് നിന്നെ ശരിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അല്പം കണക്കൂടെ തീർക്കാനുണ്ട് പപ്പന്റെ വകയിൽ. അതിന് ഇന്നോടല്ലേ സാധിക്കൂ.
അന്ന് ആ കള്ളനെ പിടിക്കുന്നിടത്ത് ദാസേട്ടനും വല്ല അപകടവും പറ്റിയോ? ഇല്ല. ആ കുട്ടൻ ഓരോന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചുപോയി. നാളെ എപ്പോഴാ ട്രെയിൻ? രാവിലെ 10 മണിക്ക്. ഞാൻ വരുന്നില്ല. എനിക്ക് അല്പം ജോലി കൊടുണ്ട് ഇവിടെ ബാക്കി. ഇനി ഒരു ജോലിയും വേണ്ട. നാളെ നമ്മൾ ഇവിടം വിടുന്നു. അതിനൊരു മാറ്റവും ഇല്ല. അല്ല, ജോലി തീർന്നാൽ ഉടനെ ഞാനും നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. എന്തായി പറയുന്നത്? ദാസേട്ടൻ ഇല്ലാതെ ഞാൻ പോവില്ല. വെറുതെ വാശി പിടിക്കരുത്. എനിക്ക് വരാൻ പറ്റില്ലെന്നേ. എന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ മാത്രം ഇപ്പൊ പോകൂ. പോയില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ കാത്തിരിപ്പ് വെറുതെയാവും. ദാസേട്ടൻ എന്ത് പറ്റി? പറയാൻ കുറെ ഏറെയുണ്ട്. ഹലോ, ചന്ദ്രശേഖരന്റെ വീടല്ലേ? ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ദേവദാസ് ആണ്. എനിക്ക് മിസ് സെറീനയോട് ഒന്ന് സംസാരിക്കണം. എല്ലാവരും കല്യാണ മണ്ഡപത്തിലേക്ക് പോയോ? എങ്കിൽ എനിക്ക് അവിടുത്തെ നമ്പറും തരുമോ? ഹലോ, ഇത് സർക്കിൾ ഇൻസ്പെക്ടർ ദേവദാസ് ആണ്. അവിടെ മിസ് സെറീന ഉണ്ടോ? ഒന്ന് വിളിക്കാം. ഞാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ആ, ശരി, ഓക്കെ.